ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും സംഭവം എടുക്കുന്നു, അത് വെച്ചിട്ട് എന്തെങ്കിലും ജീവള ചെയ്യുന്നു. ഇന്നും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മകളി ചേട്ടൻ ഇപ്പുണ്ട്. അപ്പോൾ ഈ കയറ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സംഭവം ചെയ്തെടുക്കാം. വാ. അപ്പോൾ നമുക്ക് സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. ആദ്യം നമുക്ക് മൗളിയുടെ കഴുത്തിൽ നിന്ന് ആ കയറ് വലിച്ചൂരിയിട്ടെ ഇനി അതൊന്ന് കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുളത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. കയറിൽ ഇച്ചിരി പൊടിയും കരിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കുളത്തിൽ നിന്ന് കഴുകാമെന്ന് വിചാരിച്ചത്. മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പതുക്കെ നടന്ന് ചെല്ലാൻ പറ്റുള്ളൂ. കഴുകാൻ ഇച്ചിരി ആ ഭാഗത്തു നിന്നാണ് ഇച്ചിരി സൗകര്യമുള്ളത്, അതുകൊണ്ടാണ് അവിടെ നിന്ന് കഴുകുന്നത്. നമുക്ക് ഇതേപോലെ കയറിന്ന് കഴുകിയെടുക്കാം. കുളത്തിൽ നിറയെ മറ്റേ കുഞ്ഞാമ്പലില്ലേ, എനിക്ക് പേരറിയില്ല, അത് നിറയെ പൂത്ത് കിടപ്പുണ്ട്. അത് മാത്രമല്ല കുറേ സിലോപ്പിയും ആസാം വാളയും നമ്മുടെ ഈ കുളത്തിലുണ്ട്. കയറെന്തായാലും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം. എന്തായാലും കയർ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പശ വെച്ചിട്ട് കയർ ഫുൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എംസിയിൽ വെച്ചിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എംസിയിൽ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കയറിൻ്റെ അറ്റം മുതൽ തുടങ്ങാം. ആദ്യം തന്നെ എംസിയിൽ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എംസിയിൽ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്ത ശേഷം ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. ഇതേപോലെ മൊത്തത്തിൽ എംസിയിൽ ഒട്ടിച്ച ശേഷം ഉണങ്ങുന്നതിന് മുന്നായിട്ട് ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. നമുക്കിനി തലഭാഗം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എംസിയിൽ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എംസിയിൽ ഇതേപോലെ മിക്സാക്കി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ തല ചെയ്യാൻ പോവാണ്. അപ്പോൾ തലയുടെ ഭാഗത്ത് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ തലയും കൂടി ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് വയ്ക്കാം. അതിനുവേണ്ടി ഇതേപോലെ എംസി കുഴച്ചിട്ട് ഇതേപോലെ കുഞ്ഞുണ്ടയായിട്ട് ഉരുട്ടിയിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ ഇച്ചിരി കുഴി ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തലഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പച്ചക്കളർ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ മൊത്തം ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതൊരു കടുപ്പമുള്ള ഗ്രീൻ കളറാണ്. ഏതെങ്കിലും ബ്ലാക്കിനോട് സാമ്യമുള്ള ഏതെങ്കിലും കളർ എടുത്താലും മതി. എന്നിട്ട് ഇതേപോലെ ദേഹം മൊത്തം ഒന്നിൽ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് വെള്ള വരയും കൂടെ ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആദ്യം മഞ്ഞയും പിന്നെ വെള്ളയും കളർ അടിച്ചു കൊടുത്ത ശേഷം കണ്ണിൽ ഇതേപോലെ ഒരു വരയും കൂടി ഇട്ട് കൊടുക്കാം. തലമണ്ടയിലായിട്ട് കുറേ വരഞ്ഞു കൊടുത്ത ശേഷം ഇതേപോലെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ചുമ്മാ പറഞ്ഞാണേ. വായിൻ്റെ അകത്തായിട്ട് കുറച്ച് ചുവന്ന കളറില്ലേ, അതും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കയറിൽ എംസിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കളറൊക്കെ അടിച്ചു വിട്ട നമ്മുടെ കുഞ്ഞു പാമ്പ്. ഇതിനെ കണ്ടാൽ പച്ചല പാമ്പായിട്ടൊക്കെ തോന്നുമെങ്കിലും പച്ചക്കളറില്ലേ, നമുക്ക് പച്ചല പാമ്പ് തന്നെ വിളിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പം എന്തായാലും എവിടേക്കോ സാമ്യമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ട് ഇനി അല്പം കോക്രിയൊക്കെ കാണിക്കാം. ജടയുണ്ട്, പാമ്പുണ്ട്. പക്ഷെ പാമ്പിൻ്റെ കളറ് പച്ചയാന്ന് മാത്രം. ആദ്യം ഞാൻ കുഞ്ഞൊരു പാമ്പിനെ ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെയാണ് കയറ് കണ്ടത്. അപ്പം കയറ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്തതാണ്. എന്തായാലും സംഭവം എവിടേക്കോ ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കണ്ണൂർ പണ്ടെപ്പോഴോ സ്നേക്ക് പാർക്കിൽ പോയപ്പോഴാണ്. അല്ലാതെ ഞാൻ വെളിയിൽ നിന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കയറിൽ എംസിയിലും കളറൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ പാമ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.